നമസ്കാരം. നമ്മുടെ ചെറുകോൽ പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ RSSകാരുടെ അഥവാ ഹിന്ദുത്വവാദികളുടെ RSS ബ്രാൻഡഡ് സന്യാസിമാരുടെ ഒരു 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 സമ്മേളനം നടക്കാറുണ്ട് എല്ലാ വർഷവും. അവിടെ പ്രസംഗിക്കാൻ വരുന്ന ആളുകൾ അവരുടെ പ്രസംഗത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാകുക. അത് ഒരു ഭാഗം അവർ പലരും അവരുടെ അനുഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് അവർ പറയും. അമ്പലങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും വിവേകാനന്ദനെക്കുറിച്ചും ഒക്കെ പറയും അവർ. ബാക്കി പകുതി മുഴുവൻ എല്ലാവർക്കും ജനറൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു വസ്തുവാണ് ഇസ്ലാമോഫോബിയ. മുസ്ലിങ്ങളെ അപഹസിക്കുക, അധിക്ഷേപിക്കുക. എല്ലാവരും ചെയ്യുന്നൊരു കാര്യം അതാണ്. ജനം TV നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് കേൾക്കുന്ന വാക്കുകൾ ഹിന്ദുത്വ അല്ലെങ്കിൽ സനാതന ധർമ്മം, ഉപനിഷത്ത്, ഗീത എന്നല്ല അവിടെ കേൾക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങൾ. ഇത് തന്നെയാണ് ചെറുകോൽപ്പുഴ ഹിന്ദുത്വ സമ്മേളനത്തിൽ RSSകാരുടെ സമ്മേളനത്തിലും കണ്ടുവരുന്നൊരു കാര്യം. ഏതൊരു വിഷയം കൊടുത്തു കഴിഞ്ഞാലും ആ വിഷയം ഒന്ന് തുടങ്ങി വെച്ച് നേരെ അവർ ഇസ്ലാമോഫോബിയയിലേക്ക് പോകും, മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് പോകും. അവരെ തീവ്രവാദത്തെക്കുറിച്ച് പറയും, സിറിയയെക്കുറിച്ച് പറയും, കേരള സ്റ്റോറിയെക്കുറിച്ച് പറയും. വേറൊന്നും അവർക്ക് പറയാനില്ല. അവിടെ കൊടുങ്ങല്ലൂർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലക്ഷ്മി അമ്മയുണ്ട്, RSSൻ്റെ ഒരാളാണ്. അവരൊരു പകുതി സന്യാസിനെയാണ്, ഡോക്ടറേറ്റൊക്കെ എടുത്തതാണ്. ഇവർക്കൊരു സ്വഭാവമുണ്ട്. ഇവരെന്ത് ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, പശ്ചിമഘട്ടത്തിൽ ആനകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, ഇതാണ് സംഭാഷണത്തിൻ്റെ വിഷയമായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. അവരെന്ത് ചെയ്യുന്ന അറിയാമോ? പശ്ചിമഘട്ടത്തിലെ ആനകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര പറഞ്ഞ പിന്നെ നേരെ അവർ അമേരിക്കയിലേക്ക് പറയും. എന്താണ് ചിക്കാഗോയിൽ സംഭവിച്ചത്? വിവേകാനന്ദൻ അവിടെ പ്രസംഗിച്ചു, യുവകോമളനായിരുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയുന്നതിന് പകരം മൈ സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഇൻ അമേരിക്ക എന്ന് പറഞ്ഞു. ആൾക്കാരൊക്കെ വിജൃംഭിതനായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ 1 മണിക്കൂറായിരുന്നു കൈയുടെ. ആയെക്കൂടി 2 മിനിറ്റ് 3 മിനിറ്റ് പ്രസംഗിക്കാൻ സമയം കൊടുക്കുക. ഇതെല്ലാം ആ പ്രസംഗം മുഴുവൻ പറയും അവർ. ഇത് കഴിഞ്ഞാൽ ഇതാണ് പശ്ചിമഘട്ടത്തിലെ ആനയുടെ സ്ഥിതി. ഏതൊരു വിഷയം കൊടുത്താലും അവർക്ക് വേറൊന്നും പറയാനില്ല. ഏതൊരു വിഷയം കൊടുത്താലും വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം. അങ്ങനെ ഒരു പാവം പെണ്ണ് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഉണ്ടെന്ന് അറിയില്ല, കുറച്ച് പൈസ ആയിട്ടുണ്ട്. ഇതുപോലെയാണ് വിഷകല വന്നാലും മറ്റേ വത്സൻ തില്ലങ്കേരി വന്നാലും അവർക്ക് ബഹുവിധങ്ങളായിട്ടുള്ള വിഷയജ്ഞാനമില്ല. സീറോ ഗ്രാവിറ്റിയെക്കുറിച്ച് അവർക്ക് വല്ലതും അറിയുമോ? ഓസോൺ പാളിയെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയുമോ? സോഷ്യലിസത്തെക്കുറിച്ച് അറിയുമോ? ക്യാപിറ്റലിസത്തെക്കുറിച്ച് അറിയുമോ? അതല്ലെങ്കിൽ മൊസപ്പൊട്ടോമിയ, ബാബിലോണിയ, അല്ലെങ്കിൽ റോക്കറ്ററി വിദ്യ, അതൊന്നും അവർക്ക് അറിയില്ല. എല്ലാം കുറേശ്ശെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? അറിയില്ല. ആയതുകൊണ്ട് തന്നെ പിന്നെ അവർ പറയുന്നത്, ഒരിക്കൽ ഒരു ചാമിയാർ ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. സനാതന ധർമ്മം വലിയ മുട്ടപ്പൂരിയാണെന്ന് പറയും. ഇവരെല്ലാവരും പറയും സനാതന ധർമ്മം. എന്താണ് സനാതന ധർമ്മം? 4 വേദങ്ങളാണ് സനാതന ധർമ്മം. 4 വേദാസ്. ബാക്കി മറ്റേ ഇവർ എന്തായാലും പറയുക, ബംഗാളികൾ വാ എന്ന് പറഞ്ഞ വാക്ക് അവർക്ക് വരില്ല. അപ്പോൾ അവർ ബാ എന്ന് പറയില്ല. 4 വേദാസ്. 4 വേദങ്ങളാണുള്ളത്. എന്താണ് 4 വേദങ്ങൾ? ഋഗ്വേദം. എന്താണ് ഋഗ്വേദം? കോടിക്കണക്കിന് ശ്ലോകങ്ങളാണ് പറഞ്ഞത്. കോടിക്കണക്കിന് ശ്ലോകങ്ങൾ. അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കില്ല. നിങ്ങൾക്കതൊട്ട് മനസ്സിലാവില്ല. അത്രയും ഗംഭീരമാണത്. യജുർവേദം കോടിക്കണക്കിന് ശ്ലോകമാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുപോലെ സാമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അഥർവം, അത് മുഴുവൻ ആളുകളെ കൊല്ലലും പിടിക്കലും കൊള്ള അടിച്ച് പണം ഉണ്ടാക്കലും പ്രേതഭൂതബാധകൾ അത്തരം കാര്യങ്ങൾ. അഥർവം സിനിമ കണ്ടിട്ടില്ലേ? അതന്നെ കഴിഞ്ഞു, പ്രസംഗം കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ നേരെ പറയും, എന്താണ് ഇവിടെ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടേക്കാണ് അയാൾ അവിടേക്കാണ് കിടക്കുക. ഇതുകൊണ്ട് സകലമാണ് ആൾക്കാരും ഇപ്പോൾ ഈ ആഹാരത്തിന് രുചി ഉണ്ടാക്കാൻ കഴിക്കാൻ വേണ്ടി ഇറക്കിയ ഈ കടുമാങ്ങക്കറി തൊട്ടു നക്കും. ഇതുപോലെ അവർക്ക് തൊട്ടു നക്കാനുള്ള സാധനമാണ് ഇസ്ലാമോഫോബിയ. മുസ്ലിങ്ങളെ കുറ്റം പറയുക, കുരിശു കൃഷിക്കാരെ കുറ്റം പറയുക.
ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇത് രണ്ടും കൈവിട്ടു. ആൾക്കാർക്ക് വായ തുറക്കാൻ പറ്റുന്നില്ല. സംഘപരിവാറി സന്യാസിമാർക്ക് വായ തുറക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇസ്ലാമോഫോബിയ പറയാൻ പറ്റില്ല. കാരണം ഒരുത്തൻ അവിടെ ചെന്ന് സ്റ്റാൻഡ് അറ്റീസ് പറഞ്ഞപ്പോൾ അവർ കാലകത്തി നിന്നു. ആർസുകാർ ഇളയൻ്റെ തല വെച്ച് കൊടുത്തു. AP അവിടെ ഇനി മുസ്ലിങ്ങളെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കുരിശുകൃഷിക്കാരെ കുറിച്ച് പറയുന്നത് നേരത്തെ നിർത്തിവെച്ചതാണ്. അവർ നേരത്തെ തന്നെ അടിയും കാലം പിടിച്ചു RSSൻ്റെ. ഇപ്പോൾ തൊട്ട് നടക്കുന്നത് എല്ലായിടത്തും അവർ പറയുന്നത്, ഇത് മുഴുവൻ കൈവിട്ടിട്ടില്ല, പറയുന്നത് ബഹുമാനപ്പെട്ട ഇതിനു മുമ്പ് മുറിയണ്ടി എന്നൊക്കെയും പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. തീവ്രവാദികൾ, മുറിയണ്ടികൾ, പാകിസ്ഥാനിലേക്ക് പോണ തലയെക്കെട്ടുകാർ ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പം പറയുന്നത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ മൂർത്തി എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ മുഫ്തി എന്നതിന് പകരം ഗ്രാൻഡ് മുഫ്തി എന്നതിന് പകരം ഗ്രാൻഡ് മൂർത്തി അങ്ങനെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മൂർത്തി ബ്രഹ്മശ്രീ അബൂബക്കർ മുസ്ലിയാർ. അതിപ്പോൾ വലിയ കാര്യമായിട്ടെടുത്ത് പറയുകയാണ്. മുസ്ലിമിനെ മാറ്റിയെടുത്തു, അരിവാൾ സുന്നിയെ കാവി സുന്നിയാക്കി. അതാണ്ടാ നമ്മുടെ മോദി. മോദിയെ കണ്ടോടുകൂടി കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞ പോലെ കണ്ടു കീഴടങ്ങി. പിന്നെ പള്ളിക്കാലെ പുകഴ്ത്തും. ബഹുമാനപ്പെട്ട കർദിനാളൊക്കെ ഇപ്പോൾ ബഹു ചേർത്തുകൊണ്ടാണ്. പണ്ടൊക്കെയും പറഞ്ഞ ഈ വാക്കല്ല പറഞ്ഞിരുന്നത്. അവിടെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ ഇപ്പോൾ ഒരു സംശയമില്ല അവരെക്കുറിച്ച്. സംശയങ്ങളെല്ലാം മാറി. ഇപ്പോൾ പിന്നെ ഒരു പിടിവള്ളിയുള്ളത് ശബരിമലയാണത്. ശബരിമല തന്ത്രി. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ 2 വാക്ക് പറയാം. ഇത്രയും കാലം പറഞ്ഞിരുന്നത് ശബരിമല തന്ത്രി ഈശ്വരൻ്റെ തൊട്ട് താഴെയുള്ള സാമാനാന്നാണ് പറഞ്ഞിരുന്നത്. തന്തയാണെന്നും പറയും. ശബരിമല അയ്യപ്പൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ 2 തന്ത്രിമാരുണ്ട് കേട്ടോ. അതുകൊണ്ട് പച്ചയ്ക്ക് പറയട്ടെ, ശബരിമല അയ്യപ്പന് എത്ര തന്താരാ? ശബരിമല അയ്യപ്പൻ്റെ അമ്മ ആരാ എനിക്കറിയില്ല. ഏതായാലും അവൾ മറ്റേ കേസാണ്. അതുകൊണ്ടല്ലേ 2 തന്താര്. 6 മാസം കൂടുമ്പോൾ ഓരോ തന്താരാ വരുന്നത്. അവിടെ 2 തന്ത്രിമാരാ. അപ്പോൾ 2 തന്ത, അതിന് കൂടുതൽ തന്ത ഉണ്ടെന്ന് അറിയില്ല. അവൻ്റെ അമ്മയോട് ചോദിച്ചു നോക്കണം, അയ്യപ്പൻ്റെ അമ്മയോട് ചോദിച്ചു നോക്കണം. ഏതാ അവളൊരു കുലടയാണ്. അയ്യപ്പൻ്റെ അമ്മ ഒരു കുലടയാണ്. അവളുടെ പേരെന്നെ പുറത്തറിയില്ല. പറയാനുള്ള നാണക്കേടോണ്ടായിരിക്കും. അതെന്തോ ആകട്ടെ. അപ്പോൾ അവിടെ അയാളാണ് എല്ലാം. അവിടെ കാറ്റ് ഊതുന്നുണ്ട് പോലെ ഈ തന്ത്രി ആ തെണ്ടി അറിയാറുണ്ട് അത്രേ. ഇപ്പോൾ പറയണു, ഇവരെല്ലാവരും പറയണു അയ്യോ പാപം. അയാൾ അവിടെ ചെല്ലുന്നു, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു, കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്നു. അവനിവിടെ കുഴിച്ചിട്ടിരിക്കുകയാണ് പൈസ. വിടില്ല. ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെടുത്താനുള്ള ശ്രമമായിട്ട് നടക്കുന്നത് ഇതേ സംഖ്യകളാണ് നടക്കുന്നത്. അത് വേറൊരു കാര്യം. ഏതായാലും അത് വെച്ചുകൊണ്ട് ശബരിമല വെച്ചുകൊണ്ട് കുറേ കളികൾ നേരത്തെ കളിച്ചതാണ് പൊട്ടിപ്പോയി. ഇപ്പോഴും ശബരിമല അവരെ തന്ത്രി ഇത് വെച്ചുകൊണ്ട് ആ ആയുധം വെച്ചുകൊണ്ട് പിണറായി വിജയനെ അടിക്കാനുള്ള പരിപാടിയാണ്. ഈ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ ഒരു കാര്യം പറയാം. തൃശ്ശൂരിലെ ഏറ്റവും വലിയ തന്ത്രം, തൃശ്ശൂരിൽ മാത്രമല്ല കേരളം മുഴുവൻ അവർ പാട്ട് പാടി നടന്നിരുന്നു. ബാണൻ്റെ പാട്ട് പോലെ. കരുവന്നൂർ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒഴുകുന്നൊരു നദി. ആ നദി പിന്നത്തെ ഗ്രാമത്തിൽ വരുമ്പോൾ അതാണ് കരുവന്നൂർ. ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ കരുവന്നൂർ പുഴ. ആ കരുവന്നൂർ സഹകരണ സംഘത്തിലെ കേസും പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാർക്കും പറ്റിക്കലാണെന്ന് പറഞ്ഞ് ആ വായ്ത്താരിയായിട്ട് കൊണ്ടുവരുന്ന നമ്മുടെ ചെമ്പുകോഴി അടക്കം അവിടെ ഇലക്ഷൻ നടന്നു. മിനിഞ്ഞാന്ന് 4-ാം നാളെ ഇലക്ഷൻ നടന്നപ്പോൾ 100% സീറ്റും LDFനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ പോക്ക പഠിക്കാമെന്ന് മനസ്സിലായല്ലോ കാര്യങ്ങൾ. ഇവരെന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അറിയാവുന്ന ആൾക്കാർ അറിയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ചെറുകോൽപ്പുഴയിൽ പ്രസംഗിക്കാൻ വരുന്ന ആളുകൾ, ഈ സംഘി പണ്ടാരങ്ങൾ, സംഘി സന്യാസിമാർ, അവർക്ക് ഈ ഇസ്ലാമോഫോബിയ വിട്ട്
ലവ് ജിഹാദ് വിട്ട്, ഹലാല് വിട്ട്, കുരിശുകൃഷി വിട്ട് മറ്റൊന്നും സംസാരിക്കാനില്ല അവർക്ക്. ഉപനിഷത്തിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ തലയ്ക്കകത്ത് ചാണകം ഉണ്ടായാൽ പോരാ, വെളിവുണ്ടാവണം. ഗീതയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ വെളിവുണ്ടാകണം. ഗീത പറഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗീത പ്രസാരണം നടത്തിയത് ചിന്മയാനന്ദ സ്വാമികളാണ്. അതിനുശേഷം പറയുമ്പോൾ ആൾക്കാർ അയ്യേ ഇതെന്തെങ്ങനെയെന്ന് ചോദിക്കും. സത്യം പറയുകയാണ്. അതിനുശേഷം നമ്മുടെ സന്ദീപാനന്ദഗിരിയാണ്. എല്ലായിടത്തും ഗീത ആർക്കും മധുരിക്കുന്നൊരു മിഠായി രൂപത്തിൽ എല്ലാവർക്കും പകർന്നു കൊടുത്തത്. ശ്രീരാമകൃഷ്ണ മിഷൻകാരനോട് പറഞ്ഞിട്ടുണ്ട്, കണ്ടമാനം പുസ്തകങ്ങളാണ് ചിലവാകുന്നത്, പ്രിൻ്റ് ചെയ്യുന്ന പുസ്തകങ്ങൾ മുഴുവൻ. അതിന് കാരണം സന്ദീപാനന്ദഗിരിയാണ്. അതുതന്നെയാണ് സന്ദീപാനന്ദഗിരിക്ക് തല്ലു കൊടുക്കാൻ കാരണം. ആരണ്ടാ നീ? ഇവിടെ ഒറ്റ പാറായി മാത്രമേ പാടുള്ളൂ. ഞങ്ങളണ്ടാ പാറായി. ഞങ്ങൾ കാല് സ്റ്റാൻഡ് അറ്റിയസ് ആരാമാന്ന് പറയുമ്പോൾ അതിൻ്റെ ആ കാലിൻ്റെ ഇടയിൽ നിൻ്റെ തല കൊണ്ട് പുതി വെക്കണം. അതിന് അയാളെ കിട്ടിയില്ല, അയാളെ പിടിച്ച് മാറ്റി. അയാളുടെ ജീവിതമായിട്ട് അയാൾ ഭംഗിയായിട്ട് പോകണം. ഗീത ആൾക്കാരെ കേൾപ്പിക്കുന്നതിനുപരി അവരവർ കേൾക്കുന്നൊന്നുണ്ടല്ലോ. ദിവസവും അങ്ങനെ ഗീത ചാൻറ്റ് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. 10 ആളാ കേൾക്കുന്നത്, 10 ആൾക്ക് വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവർക്കിനി ഇവറ്റകൾക്ക് വേറൊരു വിവരവും ഇല്ല. ഗീതയെക്കുറിച്ച് പറയാനറിയില്ല, ഉപനിഷത്തിനെ കുറിച്ച് പറയാനറിയില്ല, വേദങ്ങളെക്കുറിച്ച് പറയാനില്ല, വേദങ്ങളുടെ ബൈഫർക്കേഷൻസിനെ കുറിച്ച് പറയാനില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഷനെ കുറിച്ച് പറയാനില്ല. ആർക്കൂടി പറയാനുള്ള മുസ്ലിങ്ങൾ തൂറി, മുസ്ലിങ്ങൾ മുള്ളി, മുസ്ലിങ്ങൾ തൂറി, മുസ്ലിങ്ങൾ തുള്ളി, അപ്പിക്കുപ്പായം, മുറി അണ്ടി, ഇത് മാത്രമേ വീട്ടിൽ പറയാനുള്ളൂ. അതിപ്പോൾ പറയാൻ പാടില്ല എന്നായിട്ടുണ്ട്. അപ്പോഴെന്തായി? കയറി വന്ന് 2 3 വർത്തമാനം പറഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാവരും പറയുന്നത്, ഞാൻ എൻ്റെ വർത്തമാനം അധികം നീട്ടുന്നില്ല, മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ വേറെ പ്രസംഗിക്കാനിരിക്കുന്നുണ്ട്, എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ പറയാമെന്ന്. അങ്ങനെ 3 മിനിറ്റ് കൊണ്ട് 4 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ടെങ്കിൽ പ്രസംഗം നിർത്തി എനിക്ക് വീണപ്പോൾ എല്ലാവരും ഒന്നും പറയാനില്ല. ഇസ്ലാമോഫോബിയും കുരിശുകൃഷിയും വിട്ട് വേറൊരു സ്റ്റോക്ക് വിറ്റുകൾക്കില്ലല്ലോ. അതുകൊണ്ടാണ് വേഗം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് വിട്ടുപോകുന്നത്. ഇപ്പോൾ RSSൻ്റെ പിടിവള്ളി കേരളത്തിൽ, അവരുടെ റിഡീമർ, സംരക്ഷകൻ വാസ്തവത്തിൽ ആരാണ്? ഇന്ത്യൻ ഗ്രാൻഡ് മൂർത്തി ഇന്ത്യൻ ഗ്രാൻഡ് മൂർത്തി. ആൾക്കാർ കാതോരം പറയുന്നതാ. പ്രസംഗിക്കാൻ പറയുന്ന എല്ലാവരും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെയാണ് പറയുന്നത്. മോഡിയെ പോയി കണ്ടു, അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്ന RSകാർ തൻ്റെ തമ്മിൽ പറയുന്നത് ഗ്രാൻഡ് മൂർത്തി എന്നാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മൂർത്തി ആണ് ശരിയ വാസ്തവത്തിൽ. ഇവിടെ ശരിക്കും സംഭവിച്ചത്, പണ്ട് തൃശ്ശൂരിൽ ഭാഗത്ത് ഒരു നമ്പൂരി ഉണ്ടായിരുന്നു, രാമൻ നമ്പൂരി എന്നാ പേര്. 5 പെൺമക്കളാണ്. ആൺകുട്ടിക്ക് വേണ്ടി പരിശ്രമിച്ചു, പക്ഷേ ഉണ്ടായത് മുഴുവൻ പെൺകുട്ടികളാണ്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണം, ശമ്പളം എന്നൊക്കെയും പറഞ്ഞാൽ 100 രൂപ 120 രൂപയേ ഉള്ളൂ. 5 കുട്ടികളാണ്, സുന്ദരികളായിട്ടുള്ള 5 കുട്ടികൾ. വീടിനകത്തുള്ള പടച്ചോറ്, അമ്പലത്തിൽ കിട്ടുന്ന പടച്ചോറ് കൊണ്ടും നേതിച്ചോറ് കൊണ്ടും അവിടുന്ന് കിട്ടുന്ന 5 10 20 അന്നത്രേ ഉള്ളൂ. ദക്ഷിണ കൊണ്ട് വീടും കുടുംബം കഴിയാൻ പറ്റുന്നില്ല. കുട്ടികളുടെ സങ്കടങ്ങൾ സഹിക്ക വയ്യാതെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കും, ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കില്ലേ? ദേവിയുടെ അനുഗ്രഹമുണ്ട്, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും, അധികം താമസിയാതെ തീരും. ഇതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം തീർന്നു. എന്താണ്? അദ്ദേഹവും ഭാര്യയും 5 കുട്ടികളും 5 പെൺകുട്ടികളും അയാളും കൂടി കെട്ടി തൂങ്ങിയൊരു വീടിനകത്ത്. പ്രശ്നം തീർന്നില്ലേ? അതുപോലെയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ആളുടെ മനോരഥം ഇത് തന്നെയാണ്. ഡൽഹിയിൽ പോയിട്ട് തമ്പുരാൻ്റെ മുൻപാകെ, മോദി തമ്പുരാൻ്റെ മുമ്പാകെ കെട്ടി തൂങ്ങി ചത്തു എല്ലാം. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? എല്ലാം ശുഭം അഥവാ എല്ലാം ശുംഭം. ഓരം ചേർന്ന് വാലുമടക്കി പോകുന്ന ചെല്ലപ്പട്ടികളെ മറ്റു ഉശിരുള്ള പട്ടികൾ കടിക്കാറില്ല, നോക്കി മുരളാറില്ല. അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെന്ന് വിചാരിക്കും. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു വിഭാഗം, സുന്നി വിഭാഗം AP. ഇവിടെ തീരുകയാണ് AP വിഭാഗം സുന്നികളുടെ കഥ. ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയ ഒരു കൂട്ടം കങ്കാളങ്ങൾ, ശവശരീരങ്ങൾ. പകരം കിട്ടിയ മുദ്രയാണ് അവരുടെ ഇപ്പോഴത്തെ രക്ഷകൻ മോഡിജി കൊടുത്ത മുദ്രയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മൂർത്തി എന്നുള്ള. വലിയ സന്തോഷമായി. ഇനി അതും കൊണ്ട് നടക്കാം. പേരിൻ്റെ മുമ്പിൽ ബ്രഹ്മശ്രീയും ചേർത്തോ. ബ്രഹ്മശ്രീ ഇന്ത്യൻ ഗ്രാൻഡ് മൂർത്തി AP എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചു.
അവിടെ നടന്നത് ഡീല് മാത്രമാണ്. പക്ഷെ ഇവർ പറയുമ്പോൾ ഓസോൺ പാളികളെക്കുറിച്ച് സംസാരിച്ചു, ശൂന്യാകാശ യാത്രയെക്കുറിച്ച് സംസാരിച്ചു, കോഴിക്കോട് നിന്ന് മക്ക വരെ ഒരു ഗ്രാൻഡ് പാത നിർമ്മിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു, കേരളത്തിൽ റോഡുകളെക്കുറിച്ച് സംസാരിച്ചു. സംസാരിക്കാത്ത കാര്യമുണ്ടല്ലോ. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് 10 രൂപ കൊടുത്താലും സംസാരിച്ചില്ല. പള്ളി പൊളിച്ച കാര്യത്തെക്കുറിച്ചും പള്ളി വേറെ സ്ഥലത്ത് പണിയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചില്ല. വെട്ടി നുറുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചില്ല. ഇതൊക്കെ സംസാരിച്ചു എന്ന് പറയുന്ന പോലെ പറഞ്ഞിട്ടേ ഉള്ളൂ. പറഞ്ഞപ്പോൾ 26 കാര്യങ്ങൾ സംസാരിച്ചു. എത്ര കിട്ടിയത്? 18 മിനിറ്റ് മാത്രമാണ്. സത്യത്തിൽ അവിടെ സംഭവിച്ചു മറ്റൊന്നുമല്ല. നമ്മളുടെ ഒരു സിനിമയിൽ ഇന്നസെൻ്റ് പറയണ പോലെ കയറി ചെന്നു, എന്താ വന്നത് എന്ന് തിരൻ ചോദിക്കുമ്പോൾ കുറച്ച് നേരം എന്താ പറയണതെന്ന് അറിയില്ല ഇന്നസെൻ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എല്ലാം കൂടി അയാൾ പറഞ്ഞത് എന്താണ്, എനിക്ക് വിശക്കണു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എനിക്ക് വിശക്കണു. എല്ലാം ഇത് അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞ് വേറെന്തൊരു പേരല്ലേ സാറെന്നുള്ള എന്ന് പറയുന്ന പോലെ നരാധമനായിട്ടുള്ള കശ്മലിനായിട്ട് അതൊക്കെയാണല്ലോ അവർ വിളിച്ചിരുന്നത്. ഇപ്പം ചെന്ന് മോഡിജി അക്ബർ, മോഡിജി അക്ബർ എന്നാണ് വിളിക്കുന്നത്. അള്ളാഹു അക്ബറൊക്കെയും പോയി. ഇപ്പോൾ ജയ് ശ്രീരാം അക്ബർ അതായി വിളി. ഞാൻ അതൊക്കെ പറ്റൂ. അവിടെ നിന്ന് പരിപൂർണമായിട്ട് കീഴടങ്ങി. ഇപ്പോൾ AP സുന്നിമാരൊക്കെ കാവി സുന്നികളായി, RSS സുന്നികളായി, കപ്പം കൊടുക്കുന്ന സാമന്തന്മാരായി. കാന്തപുരം മർക്കസ് താമസിയാതെ RSS സർക്കസിനുള്ള കാര്യാലയമാകും. ഇവരവിടെ എന്ത് സംസാരിച്ചു എന്ന് ഇന്ന് ലോകത്തിന് ആർക്കും അറിയില്ല. ഇവരിങ്ങനെ പറയും, അന്നുള്ള എല്ലാ വിഷയങ്ങളും പറയും. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചു എന്നൊക്കെയും പറയും. ഇനി നാളെ ഒരു വിഷയം അതും സംസാരിച്ചു എന്ന് പറയും. എത്ര 18 മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് കരച്ചിലും പിടിച്ചിലും ഞങ്ങളെ സംരക്ഷിക്കണമെന്നാണ് അവരുടെ പരമദൈവതത്തോട് മോഡിയോട് അവർ പറഞ്ഞിട്ടുള്ളത്. പുറത്ത് വരുന്ന സമയത്ത് ഹൈലി ആസൂത്രിതമായിട്ട് വലിയ 2 ചാനലുകൾ, NDTV ഉണ്ടായിരുന്നു, CNN ഉണ്ടായിരുന്നു. അവർ ചോദിക്കും ഉത്തരം എന്താണെന്നല്ലേ ഉത്തരം എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പറഞ്ഞു, ചോദ്യം എന്താണ്, ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്? ഒരു പ്രശ്നവുമില്ല, മുസ്ലിങ്ങൾ വളരെയധികം സുരക്ഷിതരാണ്. ഏതായാലും ആ കീഴടങ്ങലിനോട് കൂടിയിട്ട് AP വിഭാഗത്തിന് ആളുകൾ സുരക്ഷിതരായി. അവരുടെ കയ്യിലുള്ള സമ്പത്തിനും സുരക്ഷിതത്വം കിട്ടി. അത്രമാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിലപ്പോൾ ഇയാളാരാ അവിടെ പോയിട്ട് ശൂന്യാകാശത്തെക്കുറിച്ച് പറയാനും കേരളത്തിലെ റോഡുകളെക്കുറിച്ച് പറയാനും ന്യൂനപക്ഷ സംരക്ഷണത്തെക്കുറിച്ച് പറയാൻ ഈ ഊശാമ്പി അവനാരാ കേരളത്തിലെ ന്യൂനപക്ഷത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്? അതൊക്കെയും കടങ്കഥകളായിട്ട് പോകും. ഏതായാലും നാക്കിൻ തുമ്പത്ത് ഇനിയും കേൾക്കാം അല്ലാഹു അക്ബർ. നാക്കിൻ തുമ്പത്ത് മാത്രം. ഹൃദയത്തിൽ മുഴങ്ങുകയാണ് മോഡിജി അക്ബർ, മോഡിജി അക്ബർ. എങ്ങനെയുണ്ട് നമ്മളുടെ RSSൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ഇന്ത്യൻ ഗ്രാൻഡ് മൂർത്തി? എങ്ങനെയുണ്ട് ബുദ്ധി? എങ്ങനെയുണ്ട് ബുദ്ധി?